കേന്ദ്രചട്ടം പാലിക്കാതെയുള്ള പിഴ ഈടാക്കൽ വിഷയത്തിലെ നിലപാടിൽ മലക്കം മറിഞ്ഞ ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ക്യാമറ ഉപയോഗിച്ചുള്ള ചട്ടവിരുദ്ധ പിഴ ഈടാക്കൽ തുടരുമെന്ന് CH നാഗരാജു റിപ്പോർട്ടറിനോട്. ക്യാമറ പരിശോധനയിൽ വാഹനരേഖകളില്ലെങ്കിൽ ഫൈൻ ചുമത്തും. നിയമലംഘനങ്ങൾക്ക് ചലാൻ നൽകാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. ഫോട്ടോ എടുക്കണമോ വേണ്ടെന്നോ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ടെക്നോളജി കൂടി പോയി പബ്ലിക്കിൻ്റെ കയ്യിൽ ഫോണായി, എല്ലാവരുടെ കയ്യിൽ ഫോണായി. അപ്പോൾ പബ്ലിക്ക് ഫോൺ എടുക്കുന്നു, അവരുടെ ഫോട്ടോ എടുക്കുന്നു, അവർ വീഡിയോ എടുക്കുന്നു, അവർ റീൽസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓഫീസേഴ്സ് കൂടി അവരുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഫോട്ടോസ് എടുത്ത് വെക്കുന്നുണ്ട്. ഫോൺ വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം നാളെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അദ്ദേഹത്തിന് വേറെ എന്ത് സപ്പോർട്ട്? ഞാൻ ഈ ഒഫൻസ് ചെയ്തിട്ടില്ല എന്ന് പൗരൻ പറഞ്ഞാൽ ഓഫീസറിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് വേണം. നമ്മൾ എൻക്വയറി തുടങ്ങും. വി വിൽ നോട്ട് കീപ് ക്വൈറ്റ്. ഇഫ് ദർ ഇസ് എ കംപ്ലയിൻറ്റ് വിൽ എൻക്വയർ. ജ്യൂസിന് ആവശ്യമെങ്കിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാം. ഈ 12 ഒഫൻസസിലെ ഒരെണ്ണം എങ്കിൽ ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ 12 ഒഫൻസസിൻ്റെ കൂടെ മാത്രമേ ഡോക്യുമെൻ്ററി പെനാൽറ്റീസ് ചെയ്യാൻ പറ്റും. അഷിൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം. അഷിൻ ഡിയേഗോ, നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്, എന്താണ് ഈ നിലപാട് മാറ്റം? സുജ, തീർച്ചയായും നിലപാടിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. നേരത്തെ പറഞ്ഞിരുന്നത് കേന്ദ്ര ചട്ടങ്ങളിലില്ലാതെ ഇത്തരത്തിൽ ഫൈൻ ഈടാക്കുകയാണെങ്കിൽ അത് തിരിച്ചു നൽകും എന്നുള്ളതായിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേരത്തെ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പൊടുന്നനെ ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി 12 കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാഹന രേഖകൾ സംബന്ധിച്ച് കൂടി ഫൈൻ ഈടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് കേന്ദ്ര ചട്ടപ്രകാരം ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ആകെ 12 കുറ്റങ്ങൾക്ക് മാത്രമേ പിഴ ഈടാക്കാൻ അനുവാദമുള്ളൂ. പക്ഷേ അതുകൂടാതെ തന്നെ ഈ 12 കുറ്റങ്ങളല്ലാതെ പ്ലസ് ഒരു കുറ്റം കൂടി, അതായത് വാഹനങ്ങളുടെ ഈ രജിസ്ട്രേഷൻ, അതുപോലെ ഇൻഷുറൻസ്, ടാക്സ് തുടങ്ങിയ കാര്യങ്ങളിൽ അതുകൂടി ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമായിരുന്നു. പക്ഷേ അത് ഇനി മുതൽ ഈടാക്കാൻ പാടില്ല എന്നൊരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയതെങ്കിൽ അതിന് നേരെ വിപരീതമായി ഈ 12 കുറ്റങ്ങളിൽ ഏതെങ്കിലും ഒരു കുറ്റം ഉണ്ട് എങ്കിൽ ആ വാഹനത്തിന് മറ്റ് പൊല്യൂഷനോ അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ അതുകൂടി ഈടാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നത്. മാത്രമല്ല, നിയമലംഘനങ്ങൾ തടയുന്നതിന് അത് എങ്ങനെയാണെങ്കിലും ആ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഒരു ചട്ടത്തിലുമില്ലാതെയാണ് നിലവിലിപ്പോൾ ഈ ഒരു പിഴ അത് സംസ്ഥാനത്ത് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഇത് അംഗീകരിച്ചതുമാണ്, ഇത് തിരുത്തിക്കൊണ്ട് ഉത്തരവ് ഇറക്കിയതുമാണ്. പക്ഷേ പൊടുന്നനെ അദ്ദേഹം നിലപാട് മാറ്റി ഇപ്പോൾ ഇത്തരത്തിൽ ഫൈൻ ഈടാക്കാൻ സാധിക്കും, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിന് അധികാരമുണ്ട് എന്നൊരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചതാണ്, കേന്ദ്ര നിയമത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര ചട്ടത്തിൽ എവിടെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്താൻ കഴിയുക എന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ 12 കുറ്റകൃത്യങ്ങൾ മാത്രമാണ് പിഴ ഈടാക്കാൻ കഴിയുക എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ സംസ്ഥാനത്തെ വാഹനങ്ങൾ ഇത്തരത്തിൽ കൂടി വരുന്നു, അതനുസരിച്ച് പിഴ ഈടാക്കേണ്ടതുണ്ട് എന്നൊരു മറുപടിയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകുന്നതും. എന്തായാലും സംസ്ഥാനത്ത് ഇനി ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വാഹനത്തിന്റെ ഇൻഷുറൻസോ പൊല്യൂഷനോ അത്തരത്തിൽ വാഹനങ്ങളുടെ രേഖകൾ സംബന്ധിച്ച് പിഴ ഈടാക്കാൻ തുടരും എന്ന് തന്നെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നത്. സുജി.